ഉയർത്തിയ കർത്താവ്, ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ രാജ്യം കഠിനമായ പോരാട്ടങ്ങളിലൂടെ അതിജീവിച്ച് സ്വതന്ത്രമായി തീർന്നതിൻ്റെ 75ാം വാർഷികം രാജ്യമെന്ന് കൊണ്ടാടുമ്പോൾ ഞങ്ങൾ അങ്ങേ സ്വാതന്ത്ര്യമായി ആരാധിച്ച് അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങയുടെ വചനത്തിൽ ദേശസ്നേഹത്തെക്കുറിച്ച് സമുദായ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ചിന്തിക്കുവാൻ ഇത് നൽകുന്നതിനാണ് ഇഷ്ടം. ഞങ്ങളുടെ ചിന്തകളെ വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ തന്നെ ഇരിക്കാം. മരണത്തിനിടയിൽ ജീവൻ നിലനിൽക്കുന്നത് എനിക്ക് കാണാനാവും. അസത്യങ്ങൾക്ക് മധ്യേ സത്യം നിലനിൽക്കുന്നതും പൂരാകുറ്റിരുട്ടിലും പ്രകാശം നിലനിൽക്കുന്നതും എനിക്ക് കാണാനാവും. മരണത്തിനിടയിൽ ജീവൻ നിലനിൽക്കുന്നത് എനിക്ക് കാണാനാവും. അസത്യങ്ങൾക്ക് മധ്യേ സത്യം നിലനിൽക്കുന്നതും പൂരാകുറ്റിരുട്ടിലും പ്രകാശം നിലനിൽക്കുന്നതും എനിക്ക് കാണാനാവും. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി യങ് ഇന്ത്യ എന്ന ജേർണലിൽ 1928 ഒക്ടോബർ 11 എഴുതിയ ഒരു വാചകമാണ് ഞാൻ വായിച്ചു കേട്ടത്. ഇന്നൊരു പക്ഷേ സ്നാപനത്തെക്കുറിച്ചുള്ള വേദപാഠങ്ങളാണ് നാം വായിച്ചു കേട്ടതെങ്കിലും അതാണ് ചിന്തിക്കേണ്ട വിഷയമെങ്കിലും ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ ധാരാളം നമുക്ക് ലഭിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചു. എന്തിനാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചത്? ബ്രിട്ടീഷുകാരെ തുരത്തുന്നതിലാണോ, അതോ നമുക്ക് സ്വന്തമായി ഒരു രാജ്യം, നമ്മുടെ തന്നെ ആളുകൾ ഭരിക്കുന്ന ഒരു രാജ്യം എന്ന് അഭിമാനം കൊള്ളുന്നതിലാണ്? സ്വാതന്ത്ര്യപ്രാപ്തിക്ക് നിദാനമായ കാരണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നാം എന്തിലൊക്കെയാണ് പരമപ്രാപ്തി നേടേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ വേണ്ടി യജ്ഞിച്ചവർ സ്വപ്നം കണ്ട മൂല്യങ്ങൾ സാധ്യതമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യം. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഇന്ത്യയിൽ പറയാൻ കഴിയും. മരണനിരക്ക് കുറയ്ക്കുവാൻ കഴിയും. സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ആയുർദൈർഘ്യം 27% ഇന്നത് 70 ആയുർദൈർഘ്യം. സാക്ഷരത 16% വന്നെങ്കിൽ ഇന്ന് 72%. അതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് 90% ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് 26% ആളുകൾ മാത്രമേ ഉള്ളൂ. വികസനം ധാരാളമായിട്ടുള്ള ശാസ്ത്രം വികസിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് സാങ്കേതിക സ്ഥാപനങ്ങളൊക്കെ വികസിച്ചു. പക്ഷേ വികസിക്കാത്തതും മുരടിച്ചതും ആശങ്ക ഉളവാക്കുന്നതുമായ ധാരാളം കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുകയാണ്. നാം തെരഞ്ഞെടുത്ത് വിട്ട ഭരണാധികാരികൾ അവർ സത്യപ്രതിജ്ഞ ചെയ്ത പ്രതിജ്ഞാലംഘനം ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടായിത്തീർന്നിരിക്കുന്നു. ജർമ്മൻ ദാർശനികനായ ഹെഗൽ പറഞ്ഞത് ഈ സ്വത്താണ് സ്വാതന്ത്ര്യമുണ്ട്. അംബേദ്കർ നിയമനിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച രാഷ്ട്രശില്പി അദ്ദേഹം പറഞ്ഞത് സമത്വമാണ് സ്വാതന്ത്ര്യം. നൊബേൽ സമ്മാനം സാമ്പത്തിക ശാസ്ത്രത്തിൽ നേടിയ അമർത്യ സെൻ 99 പറഞ്ഞു വികസനമാണ് സ്വാതന്ത്ര്യം. 2009 അദ്ദേഹം പറഞ്ഞു അവകാശങ്ങളാണ് സ്വാതന്ത്ര്യം. ഇങ്ങനെയൊക്കെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ, ഒരുപാട് മൊഴിമുത്തുകളൊക്കെ ഉണ്ടാക്കി. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഏതിലാണ്? ജാതീയമായ വിവേചനം ഇന്ന് മറ്റൊന്നത്തേക്കാൾ അധികമായി ഉണ്ടായിരുന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇന്ന് കുറഞ്ഞിരിക്കുകയല്ല, കൂടിയിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ സമൂഹത്തെ കുറിച്ച് പറയുന്നത്
നമ്മുടെ സമൂഹത്തെ ഒരു ഇലക്ട്രോണിക് സൊസൈറ്റി എന്ന, ശരിയല്ലേ? നമ്മുടെ ദേവാലയത്തിൽ ഇരിക്കുന്ന 98% ആളുകളെയും നിയന്ത്രിക്കുന്നത് ഇലക്ട്രോണിക്കാണ്. നമ്മളിവിടെ ഈ വചനം കേൾക്കുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം നമ്മുടെ പോക്കറ്റിലുള്ള കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒന്ന് ചിലച്ചാൽ നമ്മൾ എടുത്തുകൊണ്ടോടും. ആരാണ് വിളിച്ചതെന്നറിയാം, ഇല്ലേ? ഇലക്ട്രോണിക്. വീട്ടിൽ ചെന്നാലോ കറണ്ട് ഇല്ലെങ്കിൽ വീട്ടിലേക്ക് കയറാൻ പറ്റുമോ? പറ്റില്ല. ഇലക്ട്രിക്കും ഇലക്ട്രോണിക്കും ഒക്കെയാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഏത് വീട്ടിൽ ചെന്നാലും ഞാൻ വിശേഷം ചോദിക്കും. അപ്പോൾ പറയും, ഒന്നുകിൽ ഇലക്ട്രീഷ്യനാണ് വീട്ടിലെ ആൾ, അല്ലെങ്കിൽ പ്ലംബറാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ്. കൂടുതൽ വീടുകളിൽ നമുക്കൊരു ഐ ടി ഉള്ളത് കൊണ്ടാണ് കൂടുതലും അത് നിന്ന് ഉണ്ടായത്. അപ്പൊ ഇങ്ങനൊരു സ്ഥാപനം നമുക്കുള്ളത് കൊണ്ട് ഇലക്ട്രോണിക് സമൂഹമായി ഇറങ്ങോട് സഭയ്ക്ക് വളരാൻ കഴിയും. ഇവിടെ 2 കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ചിന്ത അവസാനിപ്പിക്കാം. എന്തിനാണ് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്? ഇന്നത്തെ മറ്റൊരു വേദപാഠമായ ബാബേൽ ഗോപുരത്തിന്റെ അധപതനം ഒരു വിഷയമാണ്. അത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും വായിക്കാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വാക്യങ്ങളും വായിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു കമ്മ്യൂണിറ്റിയായി, ഒരു സമൂഹമായി രൂപം പ്രാപിച്ചിരിക്കുമ്പോൾ ഈ സമൂഹം കെട്ടുറപ്പുള്ളതായി തീരണം. ഈ കമ്മ്യൂണിക്കേഷൻ ഉള്ള സമൂഹമായി തീരണം. അതാണല്ലോ കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റി എന്ന വാക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത് പാരീസ് കമ്മ്യൂൺ ഉണ്ടായതിൽ നിന്നാണ്. അതിൽ കമ്മ്യൂണിസത്തിന് കുറെ പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസമായിരിക്കും. കൊച്ചു കൊച്ചു കമ്മ്യൂണിറ്റികളായി വളരുക. നമ്മുടെ ഈ സമൂഹം എന്ന് പറയുന്നത് റെയിൻകോട് കമ്മ്യൂണിറ്റിയാണ്, സഭാ കമ്മ്യൂണിറ്റിയാണ്. ഈ സമൂഹത്തിലെ ചെറിയ യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബത്തിൽ പരസ്പരം ആശയ സംവേദനം ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ സ്വാതന്ത്ര്യം കമ്മ്യൂണിറ്റിയുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, കെയർ ഉണ്ടായിരിക്കണം, അവർ തമ്മിൽ ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയെ നാം ഡെവലപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ടിവിയിലൂടെ നമ്മൾ കേട്ടത് കത്തോലിക്ക സഭ 4 മക്കള് ഒരു കുടുംബത്തിൽ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പള്ളി 11-12 കുടുംബങ്ങളുള്ള കുറവ് കുടുംബങ്ങളുണ്ടായിരുന്നു. നല്ല കാര്യമാണ്. അതിനെക്കുറിച്ച് സഭ ചിന്തിക്കണം. എന്ന് വെച്ചാൽ കുടുംബങ്ങളുടെ വ്യാപ്തി, കുടുംബങ്ങളുടെ കെട്ടുറപ്പ്, കുടുംബങ്ങളുടെ ഒരു വികാസം ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ചിന്ത നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തിരികെ പോകണം. നമ്മുടെ വല്യപ്പന്മാരും വല്യപ്പച്ചന്മാരും ഒക്കെ പറയുമല്ലോ, പ്രാർത്ഥന വേണം, വേദപുസ്തക വായന വേണം, കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് ഭക്ഷിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിൽ അവരൊരു പക്ഷേ വലിയ തത്വചിന്തകന്മാരോ ദൈവശാസ്ത്രജ്ഞന്മാരോ മുതലാളിമാരോ ഒന്നും ആയിരിക്കില്ല, ജന്മിയൊന്നും ആയിരിക്കില്ല. അവര് പഠിച്ച പാഠത്തിൽ നിന്നും തങ്ങളുടെ മക്കളൊക്കെ ഒരുമിച്ച് വന്നിരുന്ന് ഒരുപക്ഷെ ഒരു ചട്ടിയായിരിക്കാം, അലുമിനിയം പാത്രമായിരിക്കാം, അതിന് പിഞ്ഞാണമെന്ന് പറയും, അതിലല്പം മരിച്ചിരിയും അല്പം ചോറുമൊക്കെ ഇട്ട് മീൻകറിയും ഒക്കെ ഇട്ട് കുഴച്ചു തിന്നുന്നത് അപ്പനെ കണ്ടുകൊണ്ടിരിക്കാൻ എന്തൊരു സന്തോഷമാണ്. ഇന്ന് നമ്മൾ ഉൾപ്പെടെ ഭക്ഷണം കഴിക്കുന്നതെന്നാണ് ശ്രീകണ്ഠൻ നായർ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മനോരമ ചാനൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഉരുട്ടി മീനിന്റെ ഉള്ളു വരെ തൊണ്ടയ്ക്കകത്ത് പോകുമ്പോൾ അയ്യോ കുടുങ്ങിയത് എന്താണ്? കാരണം നിയന്ത്രിക്കുന്നത് മോഹൻലാലോ മമ്മൂട്ടിയോ മറ്റാരെങ്കിലും ഒക്കെയാണ് നമ്മുടെ കുടുംബം നിയന്ത്രിക്കുന്നത്, ഭക്ഷണ മേശകളെ നിയന്ത്രിക്കുന്നത്. വല്യപ്പച്ചന്മാർ പറയുന്ന കാര്യമുണ്ടോ? അതുകൊണ്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നില്ല. ഭാര്യയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. അല്പം കറി ഉപ്പ് കുറഞ്ഞാൽ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തെ ഏതാണ്ട് ഈ ക്രിക്കറ്റിന്റെ ബോളടിച്ച് ഒരൊറ്റ അടിച്ചു കൊടുക്കുന്നു. അത് ഭാര്യയുടെ മോന്തയ്ക്ക് പോയി വീഴുന്നു, കുഴപ്പമുണ്ടാകുന്നു. ചുമ്മാതിരിക്കുമോ? പണ്ടത്തെ സ്ത്രീകളെ പോലെ ഇന്നത്തെ സ്ത്രീകൾ ധരിക്കുമോ? പിന്നെ രണ്ട് പാത്രമായാലും കുഴപ്പമില്ല, 40 പാത്രമാണ്.
20 പാത്രം ചിതറി 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 കുപ്പിച്ചിന്റെ പോലെ ചിതറുന്ന കമ്മ്യൂണിറ്റി നശിച്ചു പോകും. ഇവിടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മോട് പറയുന്നത് ഒരു നമ്മുടെ കുടുംബങ്ങളെല്ലാം ഓരോ കമ്മ്യൂണിറ്റികളായി സംസാരമുള്ള, സന്തോഷമുള്ള, തമാശ പറയുന്ന, ചിരിക്കുന്ന, ഒരുമിച്ച് വേദപാഠം വായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി. നമ്മുടെ പള്ളിയിലെ കമ്മിറ്റി അംഗമായിരുന്ന ഒരു ടീച്ചറുടെ വീട് വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ കണ്ട ഒരു കാര്യം, അവര് എവിടെയോ യാത്ര പോകാൻ പോകുന്ന പോലെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് മുണ്ടും വെള്ളം ഉടുപ്പൊക്കെ ധരിച്ച് ഇരിക്കുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനായി. അല്ല, വേദപുസ്തകവും പാഠ്യപുസ്തകവുമായി ആ കുടുംബത്തിലെ ഗൃഹനാഥനും എല്ലാവരും ഒരുങ്ങിയിരിക്കുക. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം. ഞങ്ങൾ 2-3 പാട്ട് പാടും, എല്ലാവരും വേദപുസ്തകം വായിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും. എത്ര വലിയ സാക്ഷ്യമാണ്! അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സഭയിൽ 2-ാം മണി കേൾക്കുമ്പോൾ എത്ര വരണ്ടെന്ന് പറഞ്ഞാലും ആളുകൾ തുരുതുരാ വരുന്നത്. ഈ സഭയുടെ ശക്തി അതാണ് പ്രിയമുള്ളവർ. അങ്ങനെയുള്ള പിതാക്കളും മാതാക്കളും ഉണ്ടാകുന്നതാണ് ശക്തി. പ്രാർത്ഥനയ്ക്ക് ബഹുമാനം കൊടുക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അങ്ങനെ അല്ലാത്ത കുടുംബങ്ങളുമുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്ന കുടുംബങ്ങൾ യാന്ത്രികമായി പോകും. അങ്ങനെ പോകരുത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളും കൊച്ചു കൊച്ചു സമൂഹങ്ങളാണ്, സംസാരിക്കുന്ന കുടുംബങ്ങളാണ്, വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന കുടുംബങ്ങളാണ്, ബഹുമാനിക്കുന്ന കുടുംബങ്ങളാണ് ഒക്കെ തീർന്നാൽ അതൊരു വലിയ സന്തോഷമാണ് എന്ന് മറക്കരുത്. രണ്ടാമതായി ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് സ്നാപനത്തിലൂടെയുള്ള കാര്യങ്ങളാണ്. സ്നാപനം സഭയോട് ചേരാനുള്ള ഒരടയാളം എന്നതിനേക്കാൾ ഉപരിയായി ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന അനുഭവത്തിലായിരിക്കുന്ന സ്വാതന്ത്ര്യം, അതാണ് സ്നാപനം. ഓരോ ദിവസവും യേശുവിന്റെ രക്തത്താൽ പുതുക്കപ്പെടുന്ന അനുഭവം, കുളിക്കുന്ന അനുഭവം. നമ്മൾ പറയാറുള്ളത് ഒന്ന് കുളിച്ച് ഒന്ന് ശുദ്ധിയായി തീർന്നാൽ എത്ര സന്തോഷമാണ് നമുക്ക്. ആ ഒരു ശുദ്ധിയുടെ അനുഭവം ജീവിതത്തിലുണ്ടാകും. സ്വാതന്ത്ര്യദിനം നമുക്ക് തരുന്നത് ജീർണതകൾ, അഴുക്കുകൾ, ചിതലിച്ച അനുഭവങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകാം. അതൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ കൂട്ടി നെയ്യുന്ന, കുറവുകൾ പരിഹരിക്കുന്ന, പരസ്പരം ക്ഷമിക്കുന്ന, പൊറുക്കുന്ന അനുഭവത്തിൽ നമ്മുടെ സമൂഹമായി തീരണം. അതിന് നമ്മുടെ സഭയാകുന്ന കമ്മ്യൂണിറ്റി ഒരുങ്ങണം. ഞാൻ ആദ്യം പറഞ്ഞത് കുടുംബമാകുന്ന കമ്മ്യൂണിറ്റി, രണ്ടാമത്തത് സഭയാകുന്ന കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ സഭയിൽ ആ ഒരു വലിയ ഐക്യമുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തും. യുവജനങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ അവരെപ്പം ഒക്കെ മുഖം മറച്ചൊക്കെ നിന്നു. ഞാൻ അവരെയൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച ഒരു വലിയ അത്ഭുതമാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ മകന്റെ പേരിലുള്ള 3 സെന്റ് സ്ഥലം. ആദ്യം അവർ അഞ്ചെന്നാണ് പറയുന്നത്, പിന്നീട് അവർ തരും. അവരെഴുതി തന്നിരിക്കും. ഞാൻ പറയും, കമ്മിറ്റിക്ക് നിങ്ങൾ എഴുതി തരാം. നമ്മുടെ ദൈവാലയത്തിന്റെ വകയായി ഇതാ വീണ്ടും ഒരു പുതിയ ദൈവാലയം ഉണ്ടാകുന്നത്. ഇതൊരു അത്ഭുതമാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? യുവജനങ്ങൾ അവരുടെ കർമ്മശക്തി വിനിയോഗിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. യുവജനങ്ങൾ അവരുടെ കർമ്മശക്തി ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള മേഖലകളിലാണ്. സഭാപരമായി ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സഭയുടെ ഐക്യം, സഭ ഒരു കമ്മ്യൂണിറ്റി ആണെന്നുള്ള ബോധ്യം. ഈ പ്രദേശത്ത് നമ്മുടെ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളും എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിന്നാൽ ഏതൊരു സമൂഹമാണ് നമ്മെ തോൽപ്പിക്കുവാനുള്ളത്? നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സഭയിൽ നിന്നും ഈ പഞ്ചായത്ത് ഭരിക്കുന്നവർ, ദേശം ഭരിക്കുന്നവർ, ഈ സംസ്ഥാനത്ത് നിയന്ത്രിക്കുന്ന IAS IPS ഓഫീസർമാർ, പോലീസ് മേധാവികൾ ഒക്കെ ഉണ്ടാകും. അല്പം പൊക്കവും തടിയുള്ളവരൊക്കെ അവരെല്ലാം പോലീസിൽ ചേരണം, പട്ടാളത്തിൽ ചേരണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുന്ന ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു കാലത്ത് നമുക്ക് പോരാട്ടങ്ങളിലൂടെ, നമ്മുടെ കഠിനമായ പരിശ്രമങ്ങളിലൂടെ നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. ഒരു നാളിൽ ചെരുപ്പിടാൻ നമുക്ക് അവകാശം ഉണ്ടായിരുന്നില്ല, മീശ വയ്ക്കുവാൻ പുരുഷന്മാർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല, മാറി നടത്തുവാൻ നമ്മുടെ അമ്മമാർക്ക് സഹോദരി
അറിഞ്ഞതിലൂടെയാണ്, യേശുവിനെ നാം അറിഞ്ഞതിലൂടെയാണ്. അതുകൊണ്ട് അറിഞ്ഞെടുത്തു വെച്ച് നിർത്തുകയല്ല, മറിച്ച് ഈ ദേശം ഭരിക്കുന്ന, ഈ ദേശം നിയന്ത്രിക്കുന്ന ജനപ്രതിനിധികളുണ്ടായി, ഈ ദേശത്തെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഭരിക്കുന്ന ഓഫീസർമാരുണ്ടായി, ഡോക്ടേഴ്സ് ഉണ്ടായി, എഞ്ചിനീയേഴ്സ് ഉണ്ടായി, നല്ല നിർമ്മാതാക്കളുണ്ടായി, വലിയ കോൺട്രാക്ടർമാരുണ്ടായി. എല്ലാത്തിനും മികവ് പുലർത്തുന്ന സ്വകാര്യമായി നമ്മൾ കമ്പനികൾ തുടങ്ങിയാൽ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എല്ലാത്തിലും താഴേക്ക് പോകുന്ന അനുഭവമല്ല. നമ്മൾ എന്ത് തുടങ്ങിയാലും അത് നമ്മളായിരിക്കണം മേധാവികൾ. എല്ലാത്തിലും വികസിക്കുന്ന തരത്തിൽ നമ്മളായിത്തീരണം. അങ്ങനെ നമ്മുടെ സഭ ആകുന്ന സമൂഹം, ഈ സമൂഹത്തിൽ യേശുവിന്റെ സാക്ഷികൾ ആകണം. മൂന്നാമത്തെ ചിന്ത, രാഷ്ട്ര നിർമ്മിതിക്ക് നാം എന്ത് സഹായമാണ് കൊടുക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രത്തിൽ ഡൽഹിയിലേക്ക് പോയാൽ കർഷക സമരം നടക്കുകയാണ്. അവിടെ സ്വാതന്ത്ര്യമില്ല. നമ്മൾ പലരുമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെയുള്ള യാത്രാ സ്വാതന്ത്ര്യമോ വികസനമോ ഒന്നും അവിടെ ഇല്ല. ഒരുപക്ഷെ മൃഗീയമായി മാത്രം ആളുകളെ ചെകുത്താന്റെ കണ്ണുകളോടുകൂടി കാണുന്നവരുണ്ട്, പാമ്പിനെ കല്യാണം കഴിക്കുന്നവരുണ്ട്, നായയെ ശ്വാനിനെ ഭർത്താവായി വരിക്കുന്നവരുണ്ട്. ഇന്നും ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കുന്ന ചെറിയ ബൗദ്ധ സമൂഹങ്ങളുണ്ട്. ഇന്ത്യയുടെ അവസ്ഥയാണ് പറഞ്ഞത്. കേരളത്തിന്റെ ഭേദമാണ്. നോക്കൂ, കുടിവെള്ളം ലഭിക്കാത്തവർ, കൂടാരങ്ങളിൽ പാർക്കുന്നവർ, വഴിയോരങ്ങളിൽ പാർക്കുന്നവർ, വലിയ വലിയ ഹൈവേകളുടെ മധ്യത്തിൽ അതിന് നടുവിലുള്ള ആ റോഡുകളിൽ ഉറങ്ങുന്നവർ, ഇന്ത്യയുടെ അവസ്ഥയാണ്. ദൈവം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്കിത് തന്നിരിക്കുമ്പോൾ നമുക്ക് എന്ത് രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി ചെയ്യാനായിട്ട് കഴിയും? ചെയ്യാൻ കഴിയുന്നത് സ്നേഹവും സന്തോഷവും ജാതീയമാണ്, ഒരുപക്ഷെ വർഗീയമാണ്. ഒരു വാക്കുപോലും നമ്മുടെ വാട്സപ്പിൽ നിന്നോ നമ്മുടെ ചിന്തയിൽ നിന്നോ വിരൽത്തുപ്പിൽ നിന്നോ ഉണ്ടാവുകയില്ല എന്ന മനസ്സിലാക്കി ദേശത്തെ ഒരുമിച്ച് നിർത്തുന്ന കക്ഷികളുമായി നാം കൂട്ടുചേരണം. ദേശത്തെ ഒരുമിച്ച് നിർത്തുന്ന കക്ഷികളുമായി കൂട്ടുചേരണം. നിങ്ങൾക്കറിയാമോ, നിലയ്ക്കൽ എന്ന് പറയുന്ന ഒരു വലിയ ശബരിമലയിലേക്ക് പോകുന്ന ആ പാതയ്ക്കിടയിൽ വർഷങ്ങൾക്ക് മുൻപ് നിലയ്ക്കലിൽ ഒരു കലാപമുണ്ടായി. അവിടെ സമാധാനത്തിന്റെ വിത്തുപാകുവാൻ ആദ്യം ഓടിയെത്തിയത് ഒരു മെത്രാപ്പോലീത്തയാണ്, ഒരു വൈദികൻ. ഞാൻ പറഞ്ഞത്, ക്രൈസ്തവർക്ക് ഈ സമൂഹത്തിൽ പ്രകാശത്തിന്റെ, സത്യത്തിന്റെ, നീതിയുടെ കൈത്തിരികളാകാൻ കഴിയും എന്നാണ്. ക്രൈസ്തവർക്ക്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പ്രകാശത്തിന്റെ, നീതിയുടെ, സമാധാനത്തിന്റെ കൈത്തിരിയാകാൻ കഴിയും എന്നാണ് രാഷ്ട്രപിതാവ് അതാണ് വിഭാവനം ചെയ്തത്. ഇനി ഒരു പക്ഷേ 5 or 10 വർഷം കഴിയുമ്പോൾ ഗാന്ധിജിയുടെ പേര് പോലും ഇന്ത്യയുടെ മണ്ണിൽ ഓർമ്മിക്കരുത് എന്ന് പറയുന്ന ഫാസിസ്റ്റ് ശക്തികൾ ശക്തി പ്രാപിക്കും. ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോഴും മരണക്കിടക്കയിലും രാജ്യത്തിനു വേണ്ടി ശബ്ദമുയർത്തുക. മഹാത്മജിയുടെ വാക്കുകൾ ഓർക്കണം. മഹാത്മജിക്ക് പ്രേരകമായി തീർന്നത് വിശുദ്ധ ബൈബിളാണ്, ദ സെർമൺ ഓഫ് ദ മൗണ്ട്. നമ്മൾ ഗ്രീക്ക് പ്രഭാഷണം എന്ന് പറയുന്ന, ഫലപ്രസംഗം എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 6-ാം അധ്യായം അവസാനം വരെയുള്ള വാക്യങ്ങളാണ് ബാപ്പു എന്ന ഓമന പേരിൽ കുട്ടികൾ പോലും വിളിക്കുന്ന, രാഷ്ട്രത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച മഹാത്മജിക്ക് പ്രചോദനമായി തീർന്നത്. അതാണ് ഞാനിവിടെ വായിച്ചത്. മരണത്തിനിടയിൽ ജീവൻ നിലനിൽക്കുന്നത് എനിക്ക് കാണാനാവും. അസത്യങ്ങൾക്ക് മധ്യേ സത്യം നിലനിൽക്കുന്നതും കൂരിരുട്ടിലും പ്രകാശം നിലനിൽക്കുന്നതും എനിക്ക് കാണാനാവും. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ വന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ വാക്കുകൾക്ക് അടിസ്ഥാനമായത് വിശുദ്ധ വേദപുസ്തകമാണ്, യേശുവിന്റെ വചനങ്ങളാണ്. ആ യേശുവിനെ നാം ആരാധിക്കുമ്പോൾ നാം അഭിമാനമുള്ളവരാണ്. നമുക്ക് ഒരു നല്ല നാളെ കെട്ടിപ്പടുക്കുവാൻ ഉണരാൻ ഒരുങ്ങാം.
പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ചിന്തയിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ 75-ാം സ്വാതന്ത്ര്യ ദിനമാഘോഷം കഴിഞ്ഞ 74 വർഷങ്ങളിലും ഞങ്ങളുടെ നിർത്തി ദൈവത്തെ ഓർക്കുവാൻ, നന്ദി പറയുവാൻ കൃപ നൽകണം. കർത്താവേ, ഞങ്ങളുടെ രാജ്യം ഒരുമിച്ച് COVID-19 എന്ന രോഗത്തിൽ കൊറോണ എന്ന വൈറസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രിയോടൊപ്പം, ഞങ്ങളുടെ മുഖ്യമന്ത്രിയോടൊപ്പം, ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം, ഞങ്ങളുടെ പഞ്ചായത്തിൽ പ്രവർത്തകരോടൊപ്പം ഇന്ന് ഇതിനെ പ്രതിരോധിക്കുവാൻ ഈ 75-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഉണരുവാൻ സഹായിക്കും. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നൽകണം, സഭയിൽ ശക്തമായ ഐക്യം നൽകണം, രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുവാൻ ഒരുക്കണം. യേശു നാമത്തിൽ 235-ാമത്തെ